ഞാനും ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവോ ഗെയിമർ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് GTA സാമ്പ് എന്ന് പറയുന്നൊരു കിടിലൻ ഇതാണ്. നമ്മളപ്പോൾ കേരള KPRP സെർവറിലാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും KPRP സെർവറിലോട്ട് പോകരുത് ഗൈസ്. ഞാനുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ എല്ലാവരും പോയോ. നമ്മുടെ കിടിലൻ ഗെയിം പ്ലേ ഒക്കെ കാണാൻ പറ്റും ഗൈസ് നിങ്ങൾക്ക്. നമ്മളേറ്റവും കിടിലമായിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ അത് പേടിക്കുന്ന ഗൈസ്, പാട്ട് വേണമെങ്കിൽ കോപ്പറേറ്റ് അടിക്കല്ല പ്ലീസ്. അത് ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ പാട്ട് വരും ഗൈസ്. കോപ്പറേറ്റ് അടിക്കല്ല പ്ലീസ് ബ്രോ, പ്ലീസ് പ്ലീസ് യൂട്യൂബ് പ്ലീസ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ മുകളിലാണ് ഗൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കാറ്. നമുക്ക് ആകെ ഒരു കാറേ ഉള്ളൂ. നമുക്ക് 4 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ഗൈസ് DMV. കൺട്രോൾ മാറ്റാം. എന്നാരടിച്ച വെള്ളം തീർന്ന് ചത്തു ഗൈസ് ഞാൻ. അപ്പോൾ നമ്മൾ EMSനെ വിളിച്ചിട്ടുണ്ട്. EMS ഡ്രൈവർ മിസ്റ്റർ വിസ്റ്റൻ ഹാസ് അക്സെപ്റ്റഡ് യുവർ EMS കോൾ, പ്ലീസ് ബി പേഷ്യൻറ്റ് ആസ് ദേ ആർ ഓൺ ദി വേ ഗൈസ്. അപ്പോൾ EMS വരാൻ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. EMS വരട്ടെ, എന്നിട്ട് കാണാം ഗൈസ്. EMS ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാൻ പറയണം, ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ KPRP സെർവറിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡിസ്കോഡിൻ്റെ സെർവർ ഞാൻ അടിയിൽ കൊടുക്കാം ഗൈസ്. പിന്നെ മോഡ്സിൻ്റെ സെർവേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഇത് കൊടുക്കാം. അവിടെ പോയിട്ട് വൈറ്റ് ലിസ്റ്റിൽ ഇടണം ഗൈസ്. നിങ്ങൾ ആദ്യം നമ്മളിത് വരുന്നവരുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് ലിസ്റ്റിൽ ഇടണം, മനസ്സിലായില്ലേ ഗൈസ്? വൈറ്റ് ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം അപ്പോൾ ഒരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇത് വായിച്ച് ഉത്തരം കൊടുത്താൽ മതി. സേഫ് ലൊക്കേഷൻ ചോദിക്കുമ്പോൾ മാള്, അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ എൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളിതിൽ കയറിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ /ILOVE-KPRP എന്നടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടിയതിന് നമ്മൾ മാളിൽ പോകണം. മാളി ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് EMS ഒന്ന് പറ്റാൻ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ റിവൈവ് ആക്കിയിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ട് നമ്മൾ വെള്ളം തീർന്ന് ചത്തതാണ് ഗൈസ്. നമുക്കപ്പോൾ എന്തായാലും മാളിക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഗൈസ്. നമ്മൾ കൺട്രോൾസ് ഒന്ന് ശരിയാക്കട്ടെ. ബട്ടൺസ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൗണ്ട് ഒക്കെ ഗൈസ് ഞാൻ പറയുന്നത് കേൾക്കാനില്ലേ? നമ്മളെന്തായാലും മാളിക്ക് പോവാം ഗൈസ്. ഇതിന് മാളിൽ സ്പെഷ്യൽ ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ ഗൈസ്, ഈ സൈഡിൽ നിൽക്കാം. അത് കെസിനോ ആണ് ഗൈസ്. ഗൈസ് ഞാൻ ഇപ്പോൾ പോവാം. നമുക്കിപ്പോൾ അങ്ങോട്ട് എത്താം ഗൈസ്. ഒരു മിനിറ്റ്. /locate ഇത് /locate എന്ന് അടിക്കുമ്പോൾ വരുന്നത് നമ്മളാദ്യം GPS ട്രാക്കൊക്കെ മേടിക്കണം. ഡ്രൈവിംഗ് ആണ് ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിവിടെ തന്നെ കളിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അമോനേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അമോനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺ ഷോപ്പാണ് ഗൈസ്. നമുക്ക് വീഴ്ചയില്ല. നമ്മളപ്പോൾ മാളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നല്ലോണം ലാഗടിക്കും. ഇവിടെ കുറേ പേരുണ്ട് ഗൈസ്. ഈ മാളിൻ്റെ മുന്നിൽ എല്ലാവരും ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ സ്വന്തം മാള്. അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും നമ്മുടെ മാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലാഗൊന്നും അടിക്കണില്ല ഞാൻ വിചാരിച്ച പോലെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഗൈസ് ഫുഡ് മേടിക്കേണ്ടത്. എനിക്കിപ്പോൾ ഫുഡാണ് മേടിക്കേണ്ടത്. അതൊന്ന് മേടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് /buy അടിക്കുക. അപ്പോൾ നമുക്ക് ഇതെവിടെ ഇങ്ങനെ കാണിക്കും ഗൈസ്. വാട്ടർ സ്പ്രങ് എന്നിട്ടാണെന്ന് എനിക്കറിയില്ല. നമ്മൾ മീഡിയം മീൽസ് കുറച്ചധികം മേടിക്കണം ഗൈസ്.
സ്ലാഷ് ബൈ കുറച്ചധികം മേടിക്കാനുണ്ട് ഗൈസ്. ഞാൻ ഫുഡൊക്കെ ഒന്ന് മേടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഫുഡ് മേടിക്കാം ഗൈസ്. ഇവിടുന്ന് ഫുഡ് മേടിക്കാം, എന്നിട്ട് ഇവിടെ വരാം. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ബൈ അടിക്കുക ഗൈസ്, സ്ലാഷ് ബൈ. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ വരും. ഫസ്റ്റ് മൊബൈൽ ഫോൺ മേടിക്കണം ഗൈസ്. പിന്നെ സിഗരറ്റില്ല വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. MP3 പ്ലെയർ നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ മേടിക്കാം. ഫോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ചെയ്താളതാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ GPS സിസ്റ്റം നമ്മൾ എന്തായാലും മേടിക്കണം ഗൈസ്, അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ റിപ്പയർ കിറ്റ് അതും നമുക്ക് ഭയങ്കര ആവശ്യമുള്ളതാണ് ഗൈസ്. അപ്പോൾ ലോട്ടറി ടിക്കറ്റ് ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് ഇപ്പോൾ. ഗൈസ് ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്, നമുക്ക് എന്താവും നോക്കാം. ലോട്ടറി ടിക്കറ്റ് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഗൈസ് നമ്മൾ ഇവിടുന്ന് മേടിക്കേണ്ടത്. പിന്നെ ക്ലോത്ത് സ്റ്റോറാണ് ഗൈസ്. ഇവിടെ നമ്മൾ സ്ലാഷ് ബൈ എന്നടിച്ച് കഴിഞ്ഞാൽ വരുമോ എന്ന് എനിക്കറിയില്ല. വരില്ല ഗൈസ്, സ്ലാഷ് ബൈ എന്നടിച്ചാൽ വരില്ല. പിന്നെ ഇത് ക്ലോത്ത്സ് ഗ്ലാസ് വരുന്നുണ്ട് ഗൈസ്. നയണം പിസ്റ്റൾ പർച്ചേസ്ഡ് ഗൈസ്. നമ്മുടെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഗണ്ണിൻ്റെ ആമോ മേടിക്കാം. നമ്മളിപ്പോൾ എന്തായാലും ഗണ്ണൊക്കെ മേടിക്കാൻ എങ്ങനെയാണെന്ന് കാണിക്കാം ഗൈസ്. സ്ലാഷ് ബൈ 9mm പിസ്റ്റൾ മേടിക്കാം, സൈലൻസ്ഡ് പിസ്റ്റൾ മേടിക്കാം. ഷോർട്ട് ഗണ്ണ് 11,000 ഉള്ളൂ. വെപ്പൺ ഓൾറെഡിയാ. സ്ലാഷ് ബൈ ഷോർട്ട് ഗണ്ണ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അതെന്തോ ഗ്ലിച്ച് ആയതാണ്, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഫുഡൊക്കെ മേടിച്ചു. ഇനി ഇതെങ്ങനെ കഴിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കഴിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വന്നിട്ട് സ്ലാഷ് INV അടിക്കുക. അപ്പോൾ ഇൻവെൻട്രി നമ്മൾ ഓപ്പൺ ആകും ഗൈസ്. അപ്പോൾ ഇൻവെൻട്രി ഓപ്പൺ ആകുമ്പോൾ ഡ്രിങ്ക് സെലക്ട് ചെയ്തിട്ട് യൂസ് അടിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ചെക്കൻ വെള്ളം കുടിച്ചിട്ടുണ്ട്, ഇവിടെ വെള്ളം കൂടിയിട്ടുണ്ട്. നമ്മളിൽ 12 മീൽസ് ഉണ്ട്. നമ്മളപ്പോൾ ഒരു മീല് ഫുഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്, കഴിച്ചു. ഒന്നുകൂടി കഴിക്കാം, കഴിച്ചു. ഒന്നുകൂടി കഴിക്കാം. വണ്ടി നിറങ്ങ. അവൻ വേറൊരുത്തൻ കഴിച്ച് നമ്മുടെ വണ്ടി എടുത്തിട്ട് വന്നേക്കവൻ യുഗായി. അപ്പോൾ നമ്മളെന്തായാലും ഇനി വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് നേരെ സ്ഥലം വിടുകയാണ് ഗൈസ്. എവിടേക്ക് ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്ഥലം കാണിച്ചു തരാൻ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗ്യാങ് ഹൗസാണ് ഗൈസ്. GDX എന്ന് പറയുന്നത് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ഗ്യാങ് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ഗ്യാങ് ഹൗസിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് എന്തായാലും ഗ്യാങ് ഹൗസിൽ പോകണം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ജോലി കാണിച്ചത് ഗൈസ്. ഏറ്റവും ബെസ്റ്റ് ജോബ് എന്ന് ഞാൻ പറയുന്നത് ഇതിൽ ഗാർബേജാണ്. ഗാർബേജ് ആകുമ്പോൾ നമുക്ക് 18,000 രൂപ ഒരു റൗണ്ട് ഓടുന്നതിന് കിട്ടും ഗൈസ്. ഒരു റൗണ്ടിന് 18,000. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ വന്നിട്ട് ഹോൺ അടിച്ചാൽ പോയി ഗൈസ്. ഇതാണ് ഇവിടുത്തെ ട്രിക്ക്. നമ്മൾ നേരെ ഇവിടെ വരിക. നമ്മുടെ മാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഗൈസ് ഈ ജോബ് കിടക്കുന്നത്. നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഈ ബായിനോട് സംസാരിക്കുക. സ്ലാഷ് ജോയിൻ അടിക്കുക, അല്ലെങ്കിൽ H അടിക്കുക. H അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടി. ലൈസൻസ് എടുക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, യു കനോട്ട് ഓപ്പറേറ്റ്. ഞാൻ ഇപ്പോൾ വേറെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്ലാഷ് അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ജോലി ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് ക്വിറ്റ്. അവിടെ തന്നെ നിൽക്കാമെന്നില്ല, എവിടെ നിന്നിട്ട് വേണമെങ്കിലും സ്ലാഷ് ക്വിറ്റ് ജോബ് എന്ന് അടിക്കുക. അപ്പോൾ യു ഹാവ് ക്വിറ്റ് ജോബ് ആസ് സ്റ്റീഫ് ഗൈസ്. നമ്മൾ കള്ളനായിട്ടായിരുന്നു ഇത്ര ഞാൻ കളിച്ചിരുന്നത്. വെറുതെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഗൈസ്. നമ്മൾ ജോയിൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിനായി. യു ആർ നോ ഗാർബേജ് മാൻ, സോ ഐ ക്യാൻ ഓപ്പറേറ്റ് ദിസ് കാർ. ഇപ്പം ഞാൻ ഗാർബേജ് മാൻ ആയില്ലേ. ഇപ്പം എൻ്റെ വണ്ടി ഒന്നുമില്ല, എൻ്റെ വണ്ടി DMV കൊണ്ടുപോയി. എനിക്ക് ഇവിടെ വന്നിട്ട് ജോലി എടുക്കാണ്ട് ഈ കാർ എടുത്തിട്ട് എങ്ങോട്ട് വേണം, അല്ല ഈ ലോറി എടുത്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഗൈസ്. അതാണ് ഗാർബേജ് മാൻ ആയുള്ള പ്രത്യേകത. പിന്നെ മൈനിങ് ഉണ്ട്, മീറ്റ് ചോപ്പർ ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൈനിങ്ങിന് 7K. അത് വെറുതെ അങ്ങോട്ട് കൊണ്ട് നടന്നാൽ മതി ഗൈസ്. ഒരു മൈനിയെ അങ്ങോട്ട് നടക്കുക. പക്ഷെ നമുക്ക് ഇതിൽ 18K. എനിക്ക് ഏറ്റവും വൃത്തിയായിട്ട് തോന്നിയത് ഇതാണ്. പക്ഷെ എല്ലാവരും പറയണത് എന്താ പറയുക, മൈനിങ് ആണ്. നിങ്ങൾ എന്താ വേണ്ടത് ട്രൈ ചെയ്ത് നോക്കുക.
ഗായ്സ്. അപ്പം നമ്മളെന്തായാലും ഗാർബേജ് മാൻ്റെ ജോലി ചെയ്ത് കാണിച്ചാൽ നമ്മളപ്പോൾ നേരെ പോവും. നമ്മൾ ഫസ്റ്റ് പോകേണ്ടത് അമനേഷൻ. നമ്മൾ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഗണ്ണ് ഇവിടെ എന്തോ ഗ്ലിച്ചായി, കാരണം ഞാൻ ശരിയായിക്കൊണ്ട് നമ്മളിങ്ങനെ പോവുക. നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇങ്ങോട്ട് തിരിയുക ഗൈസ്. ഇവിടെ തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് ഇട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വന്നിട്ട് കയറാം. ഞാൻ റിവേഴ്സ് ഇട്ട് എടുക്കാറ്, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് വന്ന് റിവേഴ്സ് എടുത്ത് മടിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരും, ഇവിടുന്ന് ഇങ്ങനെ ഗാർബേജ് എടുക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എന്നിട്ട് നമ്മൾ ഇത് വഴി പോവുക. ഇതേ വഴി പോയാൽ മതി. നിങ്ങൾ എവിടെ റെഡ് ലൊക്കേഷൻ കാണാൻ അങ്ങനെ നോക്കണ്ട, നിങ്ങൾ ഞാൻ പോണ വഴി പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ടാണ് ഗൈസ്. ഇങ്ങനെ പോവുക. ഇങ്ങനെ പോയതിന് ശേഷം നമ്മളിത് ഈ റൈറ്റിൽ കാണുന്ന വഴി എടുക്കുക, അല്ല ലെഫ്റ്റിൽ കാണുന്ന വഴി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് ഇവിടുന്ന് റിവേഴ്സ് എടുക്കണം ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് റൈറ്റ് തിരിഞ്ഞോ. വേണമെങ്കിൽ റിവേഴ്സ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ അപ്പോൾ വലിയ പണിയൊന്നുമില്ല. ഇല്ലെങ്കിൽ പണിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിതപ്പോൾ എന്തായാലും ഇവിടെ കയറി ഇനി ഇവിടുന്ന് കൂടി ഗാർബേജ് എടുക്കാം. ഇവിടുന്ന് എടുത്ത് ഗൈസ്. ഞാൻ ഇപ്പോൾ റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് റിവേഴ്സാക്കി കയറ്റാറ്, കാരണം അതാണ് സുഖം ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ പരിപാടി കഴിഞ്ഞ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറണം, ഇങ്ങനെ തന്നെ കയറണം, എന്നാലേ വലിയ വൈബുള്ളൂ. ഇങ്ങനെ കയറുക. ഇവിടുന്ന് നേരെ വന്നിട്ട് റൈറ്റ് തിരിയുക, ഇവിടുന്ന് റൈറ്റ്, ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുക. എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് കൂടി തിരിഞ്ഞാൽ സെറ്റ്. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. ഈ പൊട്ടവിടെ വണ്ടി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് തിരിക്കാൻ നമ്മൾ ലെഫ്റ്റിലെത്തി. ഇനി ലെഫ്റ്റിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ഗാർബേജിൻ്റെ അടിക്ക് പോയാൽ മതി. അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണ്ട. ഐ മീൻ വളരെ വളരെ കുറഞ്ഞൊരു റൂട്ടാണ് ഗൈസ്. ഏറ്റവും മാപ്പ് റൂട്ടിൽ വളരെ കുറഞ്ഞ റൂട്ടാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ മെല്ലെ ഓടിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ അടച്ച് പോയി എല്ലായിടത്തും ഇടിച്ച് പൊളിച്ച് പണ്ടാടിയിട്ട് വരുന്നു. പിന്നെ ഇതിൽ വെറുതെ ആൾക്കാരെ കൊല്ലാൻ പാടില്ല, വെറുതെ ആൾക്കാരെ പോയി ചൊറിയാൻ പാടില്ല, പിന്നെ ടോക്സിക് വേർഡ്സ് വിളിക്കാൻ പാടില്ല ഇതിൽ, ചാറ്റ്സിലോ വോയിസിലോ ഒന്നും. അപ്പോൾ നിങ്ങൾക്ക് ബാൻ കിട്ടും ഗൈസ്. നിങ്ങൾ അങ്ങനത്തൊക്കെ ശ്രദ്ധിച്ച് കളിക്കുക. നമ്മളിപ്പോൾ ഗാർബേജിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് പോരാ ഗൈസ്. നമ്മൾ റൂട്ട് മാപ്പ് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ആകെ തെറ്റുന്നു. അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോന്നിട്ട് ഇവിടുന്ന് ഞാൻ കറക്റ്റായിട്ട് എടുക്കാറ്, കാരണം ഇവിടുന്ന് നമുക്ക് നേരെ റിവേഴ്സ് കയറിയാൽ മതി. ഇവിടെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഗാർബേജ് ഇട്ടാൽ, എന്നിട്ട് ഇനി ഗാർബേജ് മറ്റേ കളയേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മളപ്പോൾ ഇങ്ങനെ പോവുക. പിന്നെ ഇതിൽ പേ ചെക്കാണ് കിട്ടുക. പേ ചെക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ 10 മണിക്ക് തുടങ്ങി, 10:30 ആയിരിക്കും നമുക്ക് പേ ചെക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. കളിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം കളിക്കണം. അപ്പോൾ ഓരോ ഐ മീൻ 10:30, 11:30, 12:30, 1:30, 2:30 അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഗൈസ് നമുക്ക് പേ ചെക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. എന്നിട്ട് എന്ന് വെച്ചിട്ട് ആ സമയത്ത് തന്നെ കയറാൻ പാടില്ല ഗൈസ്. പോയിട്ട് ആ സമയത്ത് തന്നെ കയറാതെ കുറച്ച് നേരം കളിച്ച് അടുത്ത ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ 11:30 കയറിയിട്ട് 12:30 നിങ്ങൾക്ക് അടുത്ത പൈസ കിട്ടും. അതുവരെ നിങ്ങളിത് കളിച്ച് നിങ്ങൾക്ക് എന്തായാലും 1 ലക്ഷം കിട്ടും. ഇങ്ങനെ ഒരു 30 റൗണ്ടൊക്കെ അടിച്ചാൽ 3 ലക്ഷം നമുക്ക് എന്തായാലും സുഖമായിട്ട് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഗാർബേജ് ജോബ് എന്ന് പറയുന്നത്. ഇനി ഓരോ ജോബ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനിതാണ് ചെയ്യാറ് മെയിനായിട്ട്, പിന്നെ വേറെ ഒന്നും ചെയ്യാറില്ല. ഇതിൽ പോലീസ് സ്റ്റേഷൻ, റോബറി, ബാങ്ക് ഹൈസ്റ്റ് എല്ലാ സംഭവമുണ്ട്. പിന്നെ ഇല്ലീഗൽ ജോബ്സും കുറേ ഉണ്ട് ഗൈസ്, പക്ഷെ നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ ഓൺലി ഇല്ലീഗൽ ജോബ്സ് ചെയ്താൽ പിടിക്കും. എന്ന് പറയുന്നത് പോലീസൊക്കെ നമുക്ക് ആവാൻ പറ്റും. ആദ്യം നമുക്ക് ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് ഗണ്ണൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഗണ്ണ് കണ്ടില്ലേ? വെറുതെ ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, എന്ന് വെച്ചാൽ വെറുതെ ആൾക്കാർ വന്ന് ചൊറിഞ്ഞാൽ എടുത്തിട്ട് അടിച്ചോളണം. ഗ്യാങ്ങിനാണെങ്കിൽ മാത്രമായിട്ട്, അല്ലാണ്ട് വെറുതെ പോയി അടിക്കരുത്. ഗ്യാങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം, നിങ്ങൾ എന്ത് ചെയ്താലും. ഇപ്പോൾ അവൻ നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അവനെ അടിക്കുന്നില്ല, നമ്മൾ വെറുതെ വിട്ടാണ്. നമുക്ക് എന്തായാലും അപ്പോൾ വണ്ടി എടുത്ത് പോവാൻ മച്ചാനെ, അവനെ എടുത്ത് തൂക്കാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നേരെ നമ്മളെ ഗ്യാങ് ഹൗസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ് പോകണത്. ഇപ്പോൾ ടൈം എത്രയായി? നമ്മുടെ ബേസിക് ട്യൂട്ടോറിയൽസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളെങ്ങനെ ചത്തു എന്ന് വിചാരിക്കുക ഗൈസ്. നിങ്ങൾ ചത്തെങ്കിൽ നിങ്ങൾക്ക് കോൾ EMS എന്ന് പറഞ്ഞിട്ട് സാധനം പറ്റും. കോൾ EMS യെസ് ആയ എമൗണ്ട് സീറ്റ് അല്ലെങ്കിൽ നോ ആയ എമൗണ്ട് സീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ഗൈസ്. എടാ ഇതാണ് ഈ ആൾക്കാർ മുമ്പ് ഗ്ലിച്ചാണ് ഗൈസ്. നമ്മളപ്പോൾ എന്തായാലും ഇങ്ങനെ പോവാം. എന്നിട്ട്
കോൾ ഗെയിംസ് അല്ലെങ്കിൽ /911/call911 അടിക്കുക. പിന്നെ നിങ്ങളുടെ വണ്ടി എങ്ങാനുണ്ട് ഇങ്ങനെ റോട്ടിൽ നിർത്തിയിടാൻ പാടില്ല ഗൈസ്. ഒരിക്കലും ഇങ്ങനെ റോട്ടിൽ നിർത്തിയിടാൻ പാടില്ല. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇങ്ങനെ റോട്ടിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല ഗൈസ്. വണ്ടി ഒരിക്കലും റോട്ടിലിടാൻ പാടില്ല. ഒന്നിലേക്ക് സൈഡാക്കിയിടണം, ഇല്ലെങ്കിൽ പേടി കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ DMVയിൽ പോകേണ്ടി വരും. ഞാനിപ്പോൾ ഭയങ്കര കാശ് സേവ് ചെയ്തത് നമ്മൾ റോൾസ് റോയ്സ് മേടിക്കാനാണ് ഗൈസ്. നമ്മളൊരു വിചാരം 1 മില്യൺ റുപ്പീസാണ് ഗൈസ് നമുക്ക് വേണ്ടത്. ഇതാണ് ഗൈസ് നമ്മുടെ ടാക്സി സ്റ്റേഷൻ, മനസ്സിലായില്ലേ? കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ. ഇതാണ് നമ്മുടെ ടാക്സിക്ക് അത്ര വലിയ ഉപകാരമൊന്നുമില്ല. ആരും ടാക്സി ഒന്നും ഉപയോഗിക്കാറില്ല, എല്ലാവരും സ്വന്തം കാറാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് ടാക്സിക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ട്രക്കർ ജോബ് അടിപൊളിയാണ് ഗൈസ്. ട്രക്കർ ജോബ് നല്ലൊരു ജോബാണ്. പിന്നെ നമ്മുടെ ഈ സ്വന്തം ജോബ് നമ്മളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗ്യാങ് ഹൗസൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗ്യാങ് ഹൗസ് ഇതിൽ ഉള്ളവരാണെങ്കിൽ ഞാൻ ഗ്യാങ് ഹൗസിലേക്കുള്ള ഗ്യാങ് ഹൗസിലേക്കുള്ള ഡിസ്കോഡിൻ്റെ ലിങ്കും നമ്മുടെ സ്വന്തം KPRPയുടെ ലിങ്കും ഞാൻ കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോരെ. നമ്മളെ ഗ്യാങ് ഹൗസ് എവിടെയൊക്കെ ആയിട്ടാണ് വണ്ടി നശിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത് നമ്മുടെ സ്വന്തം വണ്ടി ഗൈസ്. നമുക്ക് നമ്മുടെ ഗ്യാങ്ങിൻ്റെ വണ്ടിക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഗ്യാങ് ഹൗസ് എത്താനായിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ വിട്ടാൽ മതി, ഒറ്റ പോക്ക്. ഇവിടെ അത്യാവശ്യം കുറേ ഗ്യാങ് ഹൗസസൊക്കെ ഉണ്ട്. ഗൈസ്. അപ്പം നമ്മുടെ ഗ്യാങ് ഹൗസ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ ഗ്യാങ് ഹൗസിലോട്ട് നമ്മളിപ്പോൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ എതിരാളികൾ ഗൈസ്. എതിരാളികളെന്നല്ല, എന്നാലും വേറെ ഗ്യാങ്ങിൻ്റെ ഹൗസാണ് ഗൈസ്. എല്ലാവർക്കും ഹൗസ് ഏകദേശം ഇങ്ങനെയാണ്. ഇവരെ ഗ്യാങ്ങിൻ്റെ പേരെന്താ? ഇവരെ എസ്റ്റിക്കറ്റ്സ് എന്നാണ് ഇവരെ പേര്. നമ്മുടെ GDX ഗിഡോ, അതാണ് ഗൈസ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേര്. നമ്മുടെ ഗ്യാങ് വേറെ ലെവൽ ഗ്യാങ്ങാണ്. നമുക്ക് കുറച്ച് ഓഫ് റോഡ് പിടിക്കണമെങ്കിൽ പിടിക്കാം, അല്ലെങ്കിൽ ആ വഴി സ്ട്രെയിറ്റ് എത്തും. നമുക്ക് കുറച്ച് ഓഫ് റോഡ് പിടിക്കാം ഗൈസ്. വണ്ടി റിപ്പയർ ആക്കിയിട്ട് തിരിച്ചങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് ഗ്യാങ് ബേസിൽ എടുത്ത് കഴിഞ്ഞ് കറങ്ങാറുണ്ട് ഗൈസ്. അപ്പോൾ അതായത് ഫ്രണ്ടിൽ കുറേ വണ്ടിയാണല്ലോ, അത് ഗ്ലിച്ചാണ് ഗൈസ്, അത് ബഗ്ഗാണ്. അതൊക്കെ മാറിപ്പോൾ ബഗ് എന്നല്ല, എല്ലാ ഗെയിമിലും അങ്ങനെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വരിക. അവിടെ ഗേറ്റ് ഓപ്പൺ ആണ് ഗൈസ്. ഇതാണ് ഗേറ്റ് ഓപ്പൺ ആവാറില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്യാങ് വെഹിക്കിളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഗ്യാങ്ങിലെ മച്ചാനാണ് ഗൈസ്. നമ്മൾ ലെവൽ 2 ആയാൽ മാത്രം ഗ്യാങ്ങിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലെവൽ 2 ആവണമെങ്കിൽ റെസ്പെക്ട് പോയിൻറ്റ്സ് വേണം. റെസ്പെക്ട് പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ കളിക്കണം കുറേ നേരം ഗൈസ്. മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായില്ലേ? എന്നിട്ട് /INV അടിക്കുക. ഇപ്പോൾ വണ്ടി റിപ്പയർ ചെയ്യാൻ, വണ്ടി നിങ്ങളുടെ റിപ്പയർ കിറ്റ് ഉണ്ടെങ്കിൽ ഇത് /INV അടിക്കുക, റിപ്പയർ കിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ റിപ്പയർ ചെയ്തോളും. വണ്ടി റിപ്പയർ ചെയ്യട്ടെ, എന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്യാങ് ഹൗസ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൽ കൊടുക്കുക. കഴിഞ്ഞ് മോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ പതിയെ ഇടാം ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ സി ഓൾ ടാറ്റ. അടുത്ത പ്രാവശ്യം നമുക്ക് മോഡ് ചെയ്തൊരു വെഹിക്കിൾ തന്നെ കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, സീ യു, ബൈ ഗൈസ്.